എന്റെ സഹോദര, നിനക്ക് അല്ലാഹു തന്ന സമ്പത്തിൽ നിന്നൊരൽപ്പം നീ എടുക്കുക, നഷ്ടമില്ല. അസ്സദഖത്തു റദ്ദുൽ ബല. മഴയാ, അപകടങ്ങളാ, ദുരന്തങ്ങളാ, എന്തെല്ലാം വാർത്തകൾ വായിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദഖ നമുക്ക് വരാനിരിക്കുന്ന അപകടങ്ങളെയും ദുരന്തങ്ങളെയും തട്ടിമാറ്റും. നമുക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ, ദുരന്തങ്ങൾ, എത്രയോ ആക്സിഡന്റ് കാണുന്നു. റോഡിലൂടെ പോകുമ്പോൾ മരവൊടിഞ്ഞ് വീണ് മരിക്കുന്നു, തെങ്ങൊടിഞ്ഞ് വീണ് മരിക്കുന്നു, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവര്, 2 ദിവസം മുമ്പാണ് കാഞ്ഞങ്ങാട് മാണിക്കൂത്ത് മസ്ജിദിന്റെ അവിടുത്തെ കുളത്തിന്റെ അകത്ത് കുട്ടികൾ വീണ് മരിച്ചുപോയത്. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ, അവരുടെ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ. ഓരോ ദിവസവും എത്ര അപകടങ്ങൾ കാണുന്നു. ഇന്ന് മംഗലാപുരത്ത് ഒരു പള്ളിയുടെ സെക്രട്ടറിയാണ് വെട്ടിക്കൊന്നിരിക്കുന്നത്. നാളെ രാവിലെ പത്രമെടുത്ത് നോക്കുമ്പോൾ കാണാം, മംഗലാപുരത്ത് BC റോഡിന്റെ പരിസരത്ത് ഒരു പള്ളിയിലെ സെക്രട്ടറിയെ എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ ക്രൂരമായ രീതിയിൽ വെട്ടിക്കൊന്നിരിക്കുക. എന്തിനാന്ന് കൊന്നവനും അറിയില്ല, മരിച്ചവനും അറിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ വായിക്കുന്നു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദഖ കൊടുത്താലും നേട്ടം നമുക്ക്. അല്ലാഹ്ക്ക് നമ്മുടെ ആരുടെയും പൈസ വേണ്ട, അള്ളാന് നമ്മുടെ ആരുടെയും 5 നയാ പൈസ വേണ്ട. പ്രയോജനം നമുക്കാ. എന്താ പ്രയോജനം? നിനക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ മാറും, ദുരന്തങ്ങൾ മാറും. എന്റെ പ്രിയപ്പെട്ടവരെ, മാരകമായ രോഗങ്ങളിൽ നിന്നുള്ള ശിഫയാണ് സദഖ. എന്റെ പ്രിയപ്പെട്ടവരെ, പലരും പറയാറുണ്ട്, ഉസ്താദേ എന്തെല്ലാം മരുന്ന് കഴിച്ചു, എന്റെ രോഗം മാറുന്നില്ല, എന്റെ വേദന മാറുന്നില്ല. പെങ്ങളെ, എന്തെല്ലാം മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗം മാറാൻ നിനക്ക് ഞാനൊരു മരുന്ന് പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുന്നവരാണ്, അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുന്നവരാണ്. അതുകൊണ്ട് സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുക്കണോ. ഒരാൾ പോലും ഇല്ലെന്ന് പറയരുത്, ഒരാള് പോലും ഇല്ലെന്ന് പറയരുത്. പടച്ചവനെ, ഏതു മാരകമായ രോഗത്തെയും കരിച്ചു കളയാൻ സദഖയ്ക്ക് പവറുണ്ടെന്നാണ്. ലക്ഷങ്ങളെ ചിലവഴിച്ചാലും മാറാത്ത രോഗത്തെ മാറ്റിത്തരാൻ ഈ ബക്കറ്റിന്റെ അകത്തിടുന്ന ചെറിയ പൈസയുണ്ടല്ലോ, ഈ സദഖ കൊണ്ട് നമ്മുടെ രോഗം മാറുമെങ്കിൽ, നമ്മുടെ ക്യാൻസർ മാറുമെങ്കിൽ, നമ്മുടെ ട്യൂമർ മാറുമെങ്കിൽ, നമ്മുടെ ബ്ലോക്ക് മാറുമെങ്കിൽ, നമ്മുടെ കിഡ്നി രോഗം മാറുമെങ്കിൽ, സഹോദര, അതല്ലേ നല്ലത്, അതല്ലേ നല്ലത്. അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിലൊരു മദ്രസ പണിയണമെന്ന ആഗ്രഹത്തോടെ പരിപാടി വെച്ചിരിക്കുകയാണ്. സംഘാടകർ ബക്കറ്റുമായി കടന്നു വരുന്നു. അല്ലാഹു തന്നതാ മോനെ, ആ തന്നതിൽ നിന്നൊരൽപ്പമെടുത്തു ബക്കറ്റിന്റെ അകത്തേക്ക് അല്ലാഹു കൊടുത്താ, പടച്ചവനെ നീ റബ്ബിനോട് പറയണം, മറുത്തു മുറിക്കല്ലേ അല്ലാ. പടച്ചവനെ, കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന രോഗം വരുത്തല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥ വരുത്തല്ലേ തമ്പുരാനെ. നോക്കി നോക്കി മടുത്തു. വാപ്പ മരിക്കാൻ, ഉമ്മ മരിക്കാൻ, മക്കള് പോലും ദുആ ചെയ്യുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. അതറിഞ്ഞതുകൊണ്ട്, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കൂ. ഒരാള് പോലും ഇല്ലെന്ന് പറയരുത്. അല്ലാഹുവേ, സദഖ കൊടുക്കുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. അവർക്ക് ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ.